ഒരു കഥയെ ചൊല്ലിട്ടുമാ ഞങ്ങളുടെ അടുത്ത എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾ എല്ലാവരും ചോദിക്കുന്നില്ല ദീപക്ജിയുടെ കഥകൾ കേൾക്കുന്നില്ലെന്ന്. ദീപക്ജി കഥ പറയാൻ വേണ്ടി മാത്രം ഞങ്ങൾ ഒരു എപ്പിസോഡ് കേൾക്കുന്നത്. ഒരു കഥ ചൊല്ലും ദീപു. സുസ്വാഗതം. താങ്ക് യു സുസ്വാഗതം നമ്മളിവിടെ പറയത്തില്ല. ഞാനൊരു ഗ്രീൻ മൈൽ എന്നൊരു ക്ലാസിക്, എനിക്ക് തോന്നുന്ന ക്ലാസിക് ഒരു ഇംഗ്ലീഷ് ഹോളിവുഡ് പടമാണ്. 1999 ഇറങ്ങിയ ഈ പടം സ്റ്റീഫൻ കിങ് എന്ന ഫേമസ് നോവലിസ്റ്റിന്റെ ഗ്രീൻ മൈൽ എന്ന നോവലില് ആസ്പദമായി ചെയ്ത സിനിമയാണ്. ഇതിലെ നായകൻ ടോം ഹാങ്ക്സ് ആണ്. ടോം ഹാങ്ക്സ് 1935 US ഒരു ജയിലിൽ എക്സിക്യൂഷന് കൊണ്ടുപോകുന്ന ആൾക്കാര് അവസാനമായിട്ട് നിർത്തുന്ന ഒരു ബ്ലോക്കുണ്ട്. ആ ബ്ലോക്കിലെ ജയിലറാണ് ടോം ഹാങ്ക്സും ടോം ഹാങ്ക്സിന്റെ കുറച്ച് ഫ്രണ്ട്സും. അപ്പോൾ ഈ സിനിമയ്ക്ക് ഗ്രീൻ മൈൽ എന്ന് പേര് വരാൻ കാരണം എന്ന് വെച്ചാൽ, സാധാരണ അപ്പോൾ അന്ന് എക്സിക്യൂഷൻ നടന്നുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രിക് ചെയറിൽ ഒരു പബ്ലിക് ഓഡിയൻസിന്റെ ഫ്രണ്ടിലായിരുന്നു ആൾക്കാരെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഈ ഇലക്ട്രിക് ചെയറും ഈ ഇലക്ട്രിക് ചെയറിൽ ഇരിക്കാൻ പോകുന്ന ആൾക്കാർ അവസാനമായി നിൽക്കുന്ന സ്ഥലമാണ് ഈ ബ്ലോക്ക്. അപ്പം ഇതിനെ ലാസ്റ്റ് മൈൽ എന്നാണ് പറയുന്നത്. അതായത് അവർ മരിക്കാൻ പോകുന്ന മുമ്പേ ഉള്ള ലാസ്റ്റ് മൈൽ എന്നുള്ള ഒരു സാധനം. പക്ഷെ അതിന്റെ ഫ്ലോർ ഗ്രീൻ ആയതുകൊണ്ട് ഇതിനെ ഗ്രീൻ മൈൽ എന്നായിരുന്നു ഇവർ വിളിച്ചോണ്ടിരുന്നത്. ഓക്കെ. അപ്പൊ ഈ കഥ തുടങ്ങുന്നത് ഒരു ഓൾഡ് ഏജ് ഹോമിലാണ്. ഈ ഓൾഡ് ഏജ് ഹോമിൽ ഒരു വയസ്സായ ഒരു കിളവൻ, ഒരു അപ്പാപ്പനാണെങ്കിൽ 2 പീസ് തണുത്ത ബ്രെഡ് മേടിച്ചുകൊണ്ട് ആ ഓൾഡ് ഏജ് ഹോമിൽ നിന്ന് ആൾക്കാരെ പുറത്തു വിടാറില്ല. പക്ഷെ ഈ അപ്പാപ്പൻ 2 പീസ് ബ്രെഡ് മേടിച്ചിട്ട് പുറത്തു പോകും. ഇത് അവിടുത്തെ ചില സ്റ്റാഫുകൾക്ക് അറിയാം. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത്. അപ്പോൾ അയാൾ പറയൂല. പക്ഷെ അയാൾ 2 പീസ് ബ്രെഡ് മേടിച്ചിട്ട്, നല്ല പോഷ് ഓൾഡ് ഏജ് ഹോമാണ്, അവിടെ വേറെ നല്ല ബുഫേ ഐറ്റംസ് ഉണ്ട്. പുള്ളി അവിടുന്ന് 2 ബ്രെഡ് എടുത്ത് വെളിയിലോട്ട് പോകും. 2 ബ്രെഡ് എടുത്ത് വെളിയിൽ പോയി കുറേ നടന്ന് ഒരു കോട്ടേജിലോട്ട് പോകുന്നതാണ് കാണിക്കുന്നത്. ഓക്കെ. ഇത് കഴിഞ്ഞിട്ട് ആ ഓൾഡ് ഏജ് ഹോമിൽ പോൾ എന്നാണ് ഈ പുള്ളിക്കാരൻ്റെ ഒരു പോൾ എച്ച് കോം. ഓക്കെ. പോൾ എച്ച് കോമിന്റെ ഫ്രണ്ടാണ് എലി എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു പ്രായമുള്ള ഒരു അമ്മാമ്മ. ഓക്കെ. അപ്പൊ ഈ അമ്മാമ്മയും അപ്പാപ്പനും ഫ്രണ്ട്സാണ്. അങ്ങനെ പിന്നെയും അവിടെ ഓൾഡ് ഏജിൽ വേറെ വൃദ്ധജനങ്ങളുണ്ട്. ഇവരൊക്കെ ഇരുന്നൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അപ്പാപ്പൻ കരയും. അപ്പാപ്പന് വിഷമം വന്ന് കരയും. സാഡ് സിനിമയാണോ കാണുന്നത്? സാഡ് സിനിമ അല്ല, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം അവര് കാണുമ്പോൾ പുള്ളി ആ സിനിമ കാണുമ്പോൾ പുള്ളി കരയും. കരഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ എഴുന്നേറ്റ് പോകുമ്പം ഈ എലിയും കൂടെ പോകും. അങ്ങനെ ഇവര് ഒരു സ്ഥലത്തിരിക്കുമ്പം എലി ചോദിക്കും എന്തിനാണ് ഈ സിനിമ കണ്ടപ്പോൾ കരഞ്ഞെന്നുള്ള. അപ്പോൾ അപ്പാപ്പൻ പറയും ഞാൻ ഇങ്ങനെ എൻ്റെ ഒരു വലിയ ജീവിതമായിരുന്നു, പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ അതിൽ ഏറ്റവും അടിപൊളി വർഷം എന്ന് പറയുന്നത് 1935 ആണ്. ആ വർഷമാണ് ജോൺ കോഫി എന്ന് പേരുള്ള ഒരു ക്രിമിനൽ വരുന്നതും അയാളുടെ എക്സിക്യൂഷൻ നടക്കുന്ന വർഷമാണത്. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മെമ്മറബിൾ വർഷം. എന്നിട്ടാണ് 1935 ഈ സിനിമ മാറുന്നത്. അപ്പോൾ ഈ പോൾ എച്ച് കോമിൻ്റെ ചെറുപ്പകാലമല്ല, ഒരു 40 വയസ്സ് ടൈപ്പ് കാണിക്കുന്നതാണ് ടോം ഹാങ്ക്സ് അഭിനയിക്കുന്ന ഈ കഥാപാത്രം. അപ്പോൾ ഇത് കാണിച്ചു തുടങ്ങുമ്പോൾ ആദ്യം ടോം ഹാങ്ക്സിന് ഭയങ്കര യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പോൾ അതുമൂലം ഇയാൾ കഷ്ടപ്പെടുന്നതാണ് ആദ്യമായിട്ട് അതിനു മുമ്പേ ഇവരൊരു കോണ്ടാക്ട് സെറ്റ്. അതായത് 1935 ഗ്രേറ്റ് ഡിപ്രഷൻ നടക്കുന്ന സമയമാണ്. അപ്പം ആൾക്കാർക്ക് ജോലി പോകുമെന്നുള്ള പേടിയുണ്ട്. ജയിലിലും കുറേ ആൾക്കാരുണ്ട്. ഗ്രേറ്റ് ഡിപ്രഷൻ ഇതിൽ കുറേ ഇടത്ത് ഗ്രേറ്റ് ഡിപ്രഷൻ ശരിക്കും എന്തായിരുന്നു? ഒരു മറ്റേ ആ സമയത്ത് കുറേ പേര് ജോബ്ലെസ് ആയി ഒരു എക്കോണമിക് ക്രൈസിസിൽ കൂടെ പോയിരുന്നു. ഇല്ലല്ല, US എന്ന് വെച്ചാൽ വേൾഡ് വാർ 1 ഒരു എഫക്റ്റ് അതിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് വേൾഡ് വാർ 1 ഒരുപാട് ലോണും സാധനമൊക്കെ ഇത് കൺട്രീസ് കുറെ കാശ് ഇറക്കുമല്ലോ. അപ്പൊ അത് നഷ്ടമാണല്ലോ. അപ്പൊ അത് കാരണം പിന്നെ ഈ സോഷ്യൽ വെൽഫെയറിനൊന്നും ഗവൺമെന്റിന്റെ കാശില്ല. അപ്പൊ എന്ത് പറ്റും എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്ന കുറെ ബിസിനസ്സസ് നിന്ന് ആൾക്കാരെ പറഞ്ഞു വിടാൻ തുടങ്ങി. അതുകൊണ്ട് അവിടെ അങ്ങനത്തെ ഒരു ക്രൈസിസ് ഉണ്ട്, ജോബ് ബിസിനസ്സിന്റെ ഒക്കെ ക്രൈസിസ് നടക്കുന്നത്. അപ്പോൾ ആ ജയിലിലുള്ള അന്തേവാസികളെല്ലാം വർക്ക് ചെയ്യാണ്. പക്ഷെ ഇവരുടെ ഒരു സ്പെഷ്യൽ സെല്ലാണ്, ഇതേപോലെ എക്സിക്യൂഷന് വേണ്ടിയിട്ട് വെക്കുന്ന ഒരു സെല്ലാണ്. അപ്പോൾ അവിടെ ഈ പോൾ എച്ച് കോം ഉണ്ട്, പിന്നെ ബ്രൂട്ടൽ, അങ്ങനെ 3-4 നല്ല ഓഫീസേഴ്സ് ഉണ്ട്. അവിടെ ഒരു മൈരനുണ്ട്, അയാളുടെ പേരാണ് പെർസി.
അപ്പൊ പെർസിയുടെ കുഞ്ഞമ്മയാണ് ഗവർണറിന്റെ ഭാര്യ, മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു കണക്ഷനിലാണ് പെർസി അവിടെ വന്ന് ഈ മൈരത്തരം കാണിക്കുന്നത്. അയാൾ അവിടുത്തെ ആർക്കും ഇഷ്ടമല്ല, പക്ഷെ ഇയാള് ഗവർണറിന്റെ ഒന്നും പറയാനും പറ്റില്ല. അതെ അതെ അതെ. ഓക്കെ, അപ്പോ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ ആ സമയത്ത് അവിടെയുള്ള 2-3 ക്രിമിനൽസ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ അതായത് ക്യാപിറ്റൽ പണിഷ്മെന്റ് കിട്ടി നിൽക്കുന്നതാണ്. അതില് ഡെൽ എന്ന് പേരുള്ള ഒരു ഫ്രഞ്ച് മനുഷ്യനുണ്ട്. പിന്നെ ആദ്യം ഒരു വേറൊരു വ്യക്തിയുണ്ട്, അയാളുടെ പേര് എനിക്കറിഞ്ഞു, എക്സിക്യൂഷൻ. അപ്പൊ അവിടെ എക്സിക്യൂഷന് ഇവരിങ്ങനെ ഈ 4-5 പേര് പെർസി വെച്ച് ബാക്കി എല്ലാവരും നല്ല ഡീസന്റ് ആൾക്കാരാണ്, അതായത് നല്ല മനുഷ്യന്മാരാണ്. ഓക്കെ, അപ്പോൾ ഇവർക്കാണെങ്കിൽ ഇവർ അവസാനത്തെ ഒരു ലാസ്റ്റ് മൈലിന് വന്നിരിക്കുന്നതുകൊണ്ട് അതിന്റെ ഒരു സഹതാപം, അങ്ങനത്തെ ഒരു കൈൻഡ് ട്രീറ്റ്മെന്റ് ആണ് ഇവർക്കുള്ളത്. അപ്പോൾ ഇവർക്ക് അവസാനം എന്താണ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള, പിന്നെ ഇവരുടെ ഡേറ്റ് വന്നു എന്നുള്ളത് ഇവരെ അറിയിക്കാതെ ഇരിക്കണം, എന്നാൽ ഇവർക്കൊരു റിഹേഴ്സൽ നടത്തണം. കാരണം ഈ ചെയറിൽ കൊണ്ടുപോയിരുത്തണം, ഇതൊരു പബ്ലിക് സാധനമാണല്ലോ, അപ്പൊ ചെയറിൽ കൊണ്ടുപോയിരുത്തണം. അത് പക്ഷേ ഡേറ്റ് എടുക്കുമ്പോഴല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഡേറ്റ് എടുക്കുമ്പോഴേ ചെയ്യുള്ളൂ. പക്ഷെ ഇവരെ എങ്ങനെയെങ്കിലും ഡിസ്ട്രാക്ട്, അതായത് ഇവരുടെ ഫാമിലി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇവരൊരു റിഹേഴ്സൽ നടത്തും അവിടുത്തെ ജാനിറ്ററിനെ കൊണ്ട്. അപ്പൊ അതിൽ കുറച്ച് പ്രോസസ് ഉണ്ട്. അതായത് അയാളെ കസേരയിൽ ഇരുത്തിപ്പിക്കണം. അവർ ആക്ച്വലി ഒരു സ്പോഞ്ച് മുക്കി തലയിൽ വെച്ചിട്ട് ക്ലോസ് ചെയ്തിട്ട് ഇതുവരെയാണ് ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുന്നത്. അപ്പൊ ഈ സ്പോഞ്ച് മുക്കി വെക്കുന്ന കാരണം എന്ന് വെച്ചാൽ ഇത് വരുമ്പോ പെട്ടെന്ന് കണ്ടക്ട് ചെയ്ത് ആള് പെട്ടെന്ന് തട്ടിപ്പോവും. പിന്നെ ഇതിൽ അവർ പറയേണ്ട കുറച്ച് ഡയലോഗ്സ് ഉണ്ട്. മെയിനായിട്ട് എക്സിക്യൂഷൻ നടത്തുന്ന ഒരാളുടെ, അയാൾ പറയും ഇങ്ങനെ സ്റ്റേറ്റ് അക്കഡൻസ് ലോയിൽ നിങ്ങളിങ്ങനെ ഒരു ജൂറി നിങ്ങളിങ്ങനെ പറഞ്ഞിരിക്കുകയാണ്, എന്നിട്ട് പറയും ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാൻ, അങ്ങനെ. അപ്പോൾ ഇതൊക്കെ ഇവർ ഇത് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലോട്ടാണ് ജോൺ കോഫി എന്ന് പറഞ്ഞിട്ട് ഒരു മാഡനാണ് ജോൺ കോഫി. അപ്പോൾ ജോൺ കോഫീനെ കൊണ്ടുവരുന്നത് പെർസിയാണ്. അപ്പോൾ ജോൺ കോഫിയുടെ ഇൻട്രോ സീൻ എന്ന് പറയുന്നത് തന്നെ ആ പണ്ടത്തെ 1935 ജയിലിലെ വണ്ടിയാണ്. അവർ നോക്കുമ്പോൾ ആ വണ്ടി ഇങ്ങനെ താന്നിരിക്കുകയാണ് ഭയങ്കര. എന്നിട്ട് അതിൽ നിന്ന് ജോൺ കോഫി ഇറങ്ങും, വണ്ടി മുകളിലോട്ട് പോകും. കാരണം ജോൺ കോഫി അത്രയും വലിയൊരു മാഡനാണ്. അങ്ങനെ ജോൺ കോഫി കയറി വരുന്നു. അപ്പോൾ അയാളെ കാണുമ്പോൾ എല്ലാവരും ഭയങ്കര പേടിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഇടയ്ക്ക് ഇയാളെ കൊണ്ടുവരുമ്പോൾ പെർസി പറയുന്നത് ഡെഡ് മാൻ വാക്കിംഗ് എന്നുള്ള കളിയാക്കുകയാണ് പുള്ളി. അപ്പോൾ ഈ ടോം ഹാങ്ക്സ്, പോൾ എച്ച്കോമാണ് ഈ പെർസി എടുത്ത് പറയും നിങ്ങളെന്ത് ഭയങ്കരമാണ് കാണിക്കുന്നത്, ഇവിടെ അല്ലേ തന്നെ ആൾക്കാർ ഭയങ്കര സ്ട്രെയിനിലും സ്ട്രെസ്സിലും ഒക്കെയാണ്, അവർ ചെയ്തൊരു കുറ്റത്തിന്റെ ഇത് അവർ സഫർ ചെയ്യാണ്, നമ്മൾ അതിന്റെ കാട്ടി കൂടുതൽ സഫർ ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ല, ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറയും. പക്ഷെ പെർസി ഒരു മൈരനാണ് ആ ഒരു സാധനം. അപ്പൊ പെർസിയായിട്ട് അവിടെ ചെറിയൊരു ടെൻഷൻ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇത് ഇയാളാണ് പക്ഷെ സുപ്പീരിയർ ഓഫീസർ. ഇയാളാണ് സുപ്പീരിയർ ഓഫീസർ. പെർസി അവിടുത്തെ ചെറിയ പയ്യനാണ്, പക്ഷെ കണക്ഷൻ ഉള്ളതുകൊണ്ട് പയ്യനാണ്. അങ്ങനെ ഈ ജോൺ കോഫി വന്നിട്ട് ഒരു ഭീകരത, പക്ഷെ ജോൺ കോഫി സംസാരിക്കുന്ന പിള്ളേരെ പോലെയാണ്, സൗണ്ട് പിള്ളേരെ പോലെയാണ്, അയാളുടെ മാനറിസം പിള്ളേരെ പോലെയാണ്. അപ്പൊ അയാൾ പറയാം എന്റെ പേര് ജോൺ കോഫി, അയാള് ഒരു ബ്ലാക്ക് അമേരിക്കനാണ്. അപ്പം എൻ്റെ പേര് ജോൺ കോഫി, കുടിക്കുന്ന കോഫിയാണ്, പക്ഷെ അതുപോലെയല്ല സ്പെല്ല് ചെയ്യണം, അങ്ങനെ. അപ്പോൾ അയാളുടെ പേര് മാത്രമേ സ്പെല്ല് ചെയ്യാൻ അറിയാവുള്ളൂ. എന്നിട്ട് അയാൾ പറയും ഇവിടെ എപ്പോഴും ലൈറ്റ് ഇട്ടേക്കോ കോറിഡോറിൽ, കാരണം എനിക്ക് ഇരുട്ട് പേടിയാണ്, അങ്ങനെ. മൊത്തത്തിൽ പിള്ളേരെ പോലെയാണ്. ഒരു കോമളം മാടപ്രാവിന്റെ ഹൃദയം പൂർണ്ണ ശരീരം, ഒരു മാടപ്രാവിന്റെ മനസ്സുള്ള ഒരു മാടൻ കേസിലായാലും വന്നത്. ഓക്കെ, അപ്പോൾ ഈ പോളിന് ഭയങ്കര കൺഫ്യൂഷൻ, അതായത് ഇങ്ങനത്തെ ഒരു മനുഷ്യൻ ക്രിമിനൽ ഇതല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ പോളിന്റെ ബോസാണ് ഹാൽ എന്ന് പേരുള്ള ഒരാൾ. ഓക്കെ, അപ്പം അടുത്ത ദിവസം ഹാൽ ഇങ്ങനെ കാണാൻ വരും. എന്നിട്ട് പറയും ജോൺ, അപ്പോൾ ഹാലാണെങ്കിൽ പറയും ഞാൻ ഈ ജോൺ കോഫിനെ കുറിച്ച് ഇന്നലെ കുറെ ചിന്തിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഈ പോളിന്റെ വീട്ടിലാണെങ്കിൽ പോൾ യൂറിനറി ഇൻഫെക്ഷൻ കൊണ്ടിരിക്കുകയാണല്ലോ, അപ്പം ഭാര്യയായിട്ട് യൂറിനറി ഇൻഫെക്ഷന്റെ സമയത്ത്. അപ്പൊ ഭാര്യ പറയുന്നു നിങ്ങളൊന്ന് ഡോക്ടറിനെ പോയി കാണും എന്നുള്ള. എന്നിട്ട് ഇങ്ങനെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും ഭാര്യയൊക്കെ, എന്ത് പറ്റി പറഞ്ഞ ഇങ്ങനെ ഒരു അയാൾ വന്നിട്ടുണ്ടായിരുന്നു, അയാളെ കണ്ടാൽ ഇങ്ങനെയാണ്. അങ്ങനെ നാളെ ഹാല് വരുമ്പം ഈ ജോൺ കോഫിയുടെ കേസ് ഫയൽ കൊണ്ടുവരും. അപ്പൊ അതിൽ ബേസിക്കലി എന്താണ് നടന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ രണ്ട് പെൺകുട്ടികളെ 8 വയസ്സുള്ള 2 പെൺകുട്ടികളെ റേപ്പ് ചെയ്ത് കൊന്നതിനാണ് ജോൺ കോഫി എക്സിക്യൂഷനിൽ ഇട്ടിരിക്കുന്നത്. ഈ സിനിമ തുടങ്ങുമ്പോൾ ആദ്യം ഈ കുറച്ച് ആൾക്കാർ ഇങ്ങനെ തപ്പിപ്പോണത് കാണിക്കും. മറ്റേ പണ്ടത്തെ അമേരിക്കയാണ്, 1935 അമേരിക്കയിലെ മറ്റേ എല്ലാവരുടെയും തോക്കൊക്കെ ഉണ്ട്, വൈറ്റ്സ് ഒക്കെ.
ഈ സിനിമയിലെ റേസിസം ഒരു ലെവൽ ഓഫ് ഒരു തീമാണ്. മറ്റേ കൂക്കു ക്ലാൻ അവര് ആ വൈറ്റ് ഇല്ല അങ്ങനെയല്ല, അവര് മറ്റേ ഫാർമേഴ്സ് ഇടുന്ന ഒരു 1 പീസ് സാധനമില്ല ഇങ്ങനെ എന്താ പറയണ മറ്റേ ഓവറോളും തോക്കും ഒക്കെ ഇങ്ങനെ തപ്പായിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ തപ്പി അവര് പോകുമ്പോൾ ഒരു കരയുടെ സൈഡിൽ ജോൺ കോഫി 2 പെണ്ണുങ്ങളുമായിട്ട് ഇങ്ങനെ 2 പെൺകുട്ടികളുമായിട്ട് ഇങ്ങനെ ഇരുന്ന് കരയാണ്. അപ്പോൾ അവർ ദേഷ്യപ്പെട്ട്, പിന്നെ അന്നത്തെ റേസിസം സമയമാണല്ലോ, ദേഷ്യപ്പെട്ട് അടിക്കാൻ പോകുമ്പോൾ ഒരു പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞ് യു ആർ അണ്ടർ അറസ്റ്റ്, അങ്ങനെയാണ് ആ കേസ് ഫയലിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ ജോൺ കോഫി ഈ പോളിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഐ വാണ്ടഡ് ടു ടേക്ക് ഇറ്റ് ബാക്ക്, ഐ കുഡൻറ്റ്, ഐ ആം സോറി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ പോൾ കോഫി ചോദിക്കും, ഹാലിൻ്റെ അടുത്ത് ചോദിക്കും, നിങ്ങൾ ഇത് തരാൻ വേണ്ടി മാത്രം ഇത്ര ദൂരം വരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഹാല് പറയും, മറ്റേ പെർസിയായിട്ട് ഇങ്ങനെ കലിപ്പുണ്ടാക്കല്ലോ, പെർസിക്ക് കണക്ഷനുള്ള കാര്യം നിനക്ക് അറിയാമല്ലോ, അത് ഇങ്ങനെയാണ്. ഓക്കെ, എന്നിട്ട് പെർസി അടുത്ത ഒരു പെർസി, എന്നിട്ട് ഹാല് പറയും പെർസി കുറേ നാൾ ഇവിടെ ഉണ്ടാവില്ല, അയാളൊരു മെന്റൽ ഹോസ്പിറ്റലിലോട്ട് അവിടുത്തെ ഗാർഡായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇയാളൊരു സൈക്കോ ആണ് പെർസി ബേസിക്കലി. അവിടെ മെന്റൽ ഹോസ്പിറ്റലിൽ ഒരു ഗാർഡായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് മാറാൻ വേണ്ടി എന്തായാലും ഇയാൾ മാറുമല്ലോ, കാരണം ഇയാളുടെ കുഞ്ഞമ്മയാണല്ലോ ഗവർണറുടെ ഭാര്യ. അപ്പൊ ഇയാൾ ഇനി മാക്സിമം 1 മാസമൊക്കെ കാണുള്ളൂ. അവിടുത്തെ ഭട്ടന്മാരൊക്കെ പോയിട്ട് ടോർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇയാൾ ഇവിടെ ആൾക്കാരെ ടോർച്ചർ തന്നെയാണ്. ഈ മരിക്കാൻ പോകുന്നവരടുത്ത് ഇമാര് കഷ്ടപ്പെട്ട് നീ നൈസായിട്ടുണ്ട് ഇയാള് നിങ്ങൾ മരിക്കാൻ പോവുകയാണ്, അങ്ങനത്തെ ഉള്ള ചെറിയാണ്. അപ്പോൾ പിന്നെ ഹാലിനിപ്പോൾ ഒരു വിഷമമുണ്ട്. അപ്പോൾ പോളിയൊക്കെ എന്ത് പറ്റി എന്ന് ചോദിക്കും. അപ്പം ഹാലിൻ്റെ ഭാര്യ മെലിൻഡ ഭയങ്കര കുറേ നാളായിട്ട് ഭയങ്കര ഹെഡേക്കാണ്. അപ്പോൾ ഡോക്ടറിനെ കാണിക്കാൻ പോകണം, അന്ന് എക്സ്റേ ഉള്ളൂ. അപ്പോൾ പറയും എക്സ്റേയിലൊന്നും വരരുത് എന്നുള്ള ഒരു പ്രാർത്ഥനയുണ്ട്, എനിക്കത് ഭയങ്കര ടെൻഷനാണെന്ന് പറയും. അങ്ങനെ ഹാല് പോവും. അത് കഴിഞ്ഞിട്ട് തിരിച്ച് അവരിങ്ങനെ സെല്ലിലിരിക്കുമ്പോൾ, അവരുടെ ഈ ഒരു ജയിലിൻ്റെ ആ ബ്ലോക്കിലിരിക്കുമ്പോൾ ഒരു മൗസ് വരും, ഒരു മൗസ്. അപ്പോൾ ഈ മൗസ് കാണുമ്പോൾ എല്ലാവർക്കും ഒരു കൗതുകം. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സെല്ലിൻ്റെ ഈ ബ്ലോക്കിൻ്റെ ഒരു സൈഡ് ഒരു പാഡഡ് റൂമാണ്, അവിടെയാണ് ഈ പ്രശ്നക്കാരെ കൊണ്ടുവിടുന്നത്. അവിടെ ആകെ ഇങ്ങനെ ഒരു ചെറിയ ബ്ലോക്കിൽ കൂടെ സൺലൈറ്റ് വരുള്ളൂ. അപ്പോൾ അതൊരു ഡാർക്ക് റൂമിൽ ഇവർ പണിഷ്മെൻ്റ് ആയിട്ട് കൊണ്ടുവിടുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മൗസ് വരും. ഈ മൗസ് വരുമ്പം ഇവരെല്ലാം ആദ്യം കുറച്ച് ഫീഡ് ചെയ്യും, പിന്നെ ഈ മൗസിനെ പിടിക്കാൻ നോക്കുമ്പോൾ മൗസ് ഓടിയ റൂമിൻ്റെ അകത്ത് കയറും. മൗസ് ഓടിയ റൂമിൻ്റെ അകത്ത് കയറുമ്പം ഇവർ ആ റൂമിൽ നിന്നുള്ള സാധനമൊക്കെ പുറത്തിട്ട് ആ മൗസിനെത്തപ്പോൾ മൗസിനെ കിട്ടൂല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവരാണെങ്കിൽ സാധനങ്ങളൊക്കെ തിരിച്ചു വെക്കും. ഈ റൂമിനകത്ത് ഈ റൂമിൻ്റെ അകത്ത് ആരുമില്ല. ആ റൂമിൻ്റെ അകത്ത് ഈ പർപ്പസിന് വേണ്ടിയിട്ടാണ് റൂം. പക്ഷെ ഇപ്പൊ ആ റൂമിൻ്റെ അകത്ത് മൊത്തം സാധനങ്ങൾ ഇരിക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഈ പെർസി വരുമ്പം പെർസിയും ഇതേപോലെ ഈ മൗസിനെ കൊല്ലാൻ നോക്കും. അപ്പോൾ കൊല്ലാൻ പറ്റില്ല. അപ്പോൾ അകത്ത് കയറി ചേസ് ചെയ്ത് ഈ മുറിയുടെ അകത്ത്. അപ്പോൾ പെർസി ഇതെടുത്ത് പുറത്തിടും. അപ്പോൾ പെർസിയുടെ അടുത്ത് വന്നിട്ട് പെർസി ഇത് ചെയ്തിട്ട് കാര്യമില്ല, എന്നാലും പെർസി പുറത്തിടും. എന്നിട്ട് പെർസി തിരിച്ച് അങ്ങനെ പെർസി അവിടെ ഇങ്ങനെ പെർസി ഭയങ്കര ലൗഡും വയലന്റും ഒക്കെയാണ്. അപ്പോൾ അത് ഈ ഒരു അന്തരീക്ഷത്തിന് നല്ലതല്ല. അവിടുത്തെ ബാക്കിയുള്ളവന്മാരൊക്കെ കാം ജെന്റിൽമാൻ ആൾക്കാരാണ്. ഇൻമേറ്റ്സും ഒരു ലെവലിൽ കാം ജെന്റിൽമാൻ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരാണ്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ പുതിയൊരു ഇൻമേറ്റ് വരുന്നത്. ഇയാൾ അത്ര കാമല്ല. ഇയാളുടെ പേര് വില്യം എന്തോ, ബിൽ ദ ഡെവിൾ എന്നാണ് നിക്ക് നെയിം. ഇയാള് എവിടെയോ ഒരു മോഷണം ചെയ്യുന്ന സമയത്ത് 3 പേരെ വെടിവെച്ച് കൊന്നു. അതിലൊന്നൊരു പ്രഗ്നന്റ് വുമണുമാണ്. പക്ഷെ ഇയാൾ ഭയങ്കര പ്രശ്നക്കാരനാണ്. അതായത് പല ജയിലിൽ കിടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവസാനം ഇയാളെ എക്സിക്യൂഷൻ സമയത്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണതാണ്. ഓക്കെ, അപ്പം ഇവരാദ്യം ഇയാളെ പോയി പൊക്കുന്നത് ഈ പെർസി അപ്ലൈ ചെയ്തിരിക്കുന്ന ഒരു ഹോസ്പിറ്റലുണ്ട്, ബ്രയർ റിഡ്ജ് എന്ന് പറഞ്ഞ മെന്റൽ ഹോസ്പിറ്റലിലോട്ട് മാറാനാണ് പെർസി അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇയാള് ഭയങ്കര കിളി പോയിരിക്കുകയാണ്, ഈ ബിൽ ദ ഡെവിൾ കിഡ്. അപ്പൊ ഇവര് നോക്കുമ്പോൾ ഇയാൾക്ക് ബോധമൊന്നുമില്ല, ഇയാൾ ഇങ്ങനെ കിളി അടിച്ച് ഇങ്ങനെ തുപ്പലൊക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവര് ബിൽ ദ ഡെവിൾ കിഡിന്റെ ഡ്രസ്സൊക്കെ മാറ്റിപ്പിച്ച് ഇവര് ജയിലിൻ്റെ അകത്ത് കൊണ്ടുവരാൻ പെട്ടെന്ന് ബിൽ ദ ഡെവിൾ കിഡ് ശരിക്കും കിണ്ടിയല്ലായിരുന്നു, അത് അങ്ങയുടെ അഭിനയമായിരുന്നു, രക്ഷപ്പെടാനുള്ള പ്ലാനായിരുന്നു. അപ്പൊ അയാൾ എല്ലാവരെയും ഇടിച്ചിടും. ഓക്കെ, അപ്പൊ ഈ പെർസി അവിടെ വന്നിട്ട്, പെർസിക്ക് ഈ അലമ്പേ ഉള്ളൂ, പക്ഷെ പുള്ളിക്ക് ഭയങ്കര പേടിയാണ്. പുള്ളി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഓക്കെ, ഇതിന് മുമ്പേ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ, അതിന് മുമ്പേ തലേദിവസം രാത്രി പോളിന് ഉറങ്ങാൻ പറ്റണില്ല, യൂറിനറി ഇൻഫെക്ഷൻ കാരണം. ഓക്കെ, പോളിന് ഉറങ്ങാൻ പറ്റില്ല, യൂറിനറി ഇൻഫെക്ഷൻ ആണ്. അത് കാരണം അയാൾക്ക് അവസാനം അയാൾ ഇങ്ങനെ
ഓടിപ്പോയി മൂത്രം ഒഴിക്കുമ്പോൾ അയാൾ കരയാണ്, വേദന കാരണം അയാളുടെ മുഖമൊക്കെ ചുമന്ന് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ അയാൾ രാവിലെ ഭാര്യ എടുത്ത് പറയും ഞാൻ ഇന്ന് ഹാഫ് ഡേ ലീവ് എടുക്കുന്നുള്ളൂ, അപ്പോൾ എനിക്കിന്ന് ലീവ് എടുക്കണം എന്നുണ്ട്. പക്ഷേ എനിക്ക് ലീവ് എടുക്കാൻ പറ്റില്ല കാരണം പുതിയൊരു ഇൻമേറ്റ് വരുന്നുണ്ട്. പക്ഷേ ഇൻമേറ്റ് വന്നു കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ ഹാഫ് ഡേ ലീവ് എടുത്ത് ഞാൻ ഡോക്ടറിനെ പോയി കാണാമെന്ന് പറയും. അപ്പോൾ പക്ഷെ ഈ ഇൻമേറ്റ് വരുന്ന ഈ ഇൻമേറ്റ് ആയിരുന്നു. അപ്പോൾ അവിടെ മൊത്തം അടി നടന്നിട്ട് സീനാവും. ഇതിന്റെ ഇടയ്ക്കാണെങ്കിൽ ആ ഇൻമേറ്റ് ആണെങ്കിൽ ഈ പോളിന്റെ തൊടയിലല്ല, പോളിന്റെ ഗ്രോയിലൊരു മുട്ടിട്ട് കാൽമുട്ടിട്ട് ഇടി കൊടുക്കും. അയാൾ തറയെ കിടക്കും, അയാൾ ചത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ തറയെ കിടക്കുമ്പോ ഈ ജോൺ കോഫി അയാളെ വിളിക്കും, വരണം സാർ ഒന്ന് വരണം എന്ന് പറയും. അപ്പം ഇയാളാണെങ്കിൽ അപ്പൊ ബാക്കി 2-3 പേർക്ക് അടിയെ കിട്ടി. അപ്പൊ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഇവര് പിന്നെ ഇയാളെ എങ്ങനെയെങ്കിലും കൺട്രോൾ ചെയ്ത് അകത്താക്കി ഈ ബിൽ ദ ഡെവിൾ കിട്ടുന്നത്. പക്ഷെ 2-3 പേർക്ക് അടിയായി. അപ്പം ഈ പോൾ പറയും നിങ്ങൾ ഞാൻ ഇവിടെ നിന്നോളാം എന്ന് പറഞ്ഞിട്ട് പോൾ അവിടെ തറയെ കിടക്കാണ്, വേദന പറഞ്ഞ ആൾക്ക് നിൽക്കാൻ പറ്റണില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ജോൺ കോഫി സാർ പെട്ടെന്ന് പറഞ്ഞു എനിക്ക് അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് പോളാണെങ്കിൽ ജോൺ കോഫിയുടെ സെല്ലിൻ്റെ അകത്ത് പോകുമ്പോൾ ജോൺ കോഫി ആണെങ്കിൽ പോളിനെ അകത്തോട്ട് ഇങ്ങനെ അടുത്തോട്ട് വലിച്ചിട്ട് ഇത് ജോൺ കോഫി പോളിന്റെ ആ ഏരിയയിൽ ഇങ്ങനെ പിടിക്കും. ഓക്കെ, പിടിക്കുമ്പോ ഇങ്ങനെ ബൾബെല്ലാം ഇങ്ങനെ കുറച്ചുകൂടെ കത്തും. ഓക്കെ, കത്തി 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 ഇങ്ങനെ കത്തി കത്തി അപ്പൊ എന്തോ ഒരു സാധനം വരും. ഓക്കെ, കത്തി അത് എന്ന് പറഞ്ഞിട്ട് അയാൾ കൈ എടുക്കുമ്പം ഈ പോള് ബാക്കിലോട്ട് വീരും. അത് കഴിഞ്ഞിട്ട് ജോൺ കോഫി ഇങ്ങനെ സൈഡിൽ പോയിരുന്നിട്ട് വായിന്ന് കുറെ ജേംസ് ഇങ്ങനെ അള്ളു പോണ പോലെ ഇങ്ങനെ വായിന്ന് കുറെ അള്ളു പോകും. ജേംസ് ഒത്തിരി പറന്നു പോകും. ഈ ജോൺ കോഫിയുടെ വായിന്ന് അതായത് ജോൺ കോഫി ഇങ്ങനെ തുപ്പിക്കളയുന്നു. ഇതിങ്ങനെ എടുത്തു ട്രാൻസ്ഫർ ചെയ്തു ആ ഏരിയ വഴി. അതെ അതെ, ഇങ്ങനെ എടുത്തിട്ട് അയാൾ ഇങ്ങനെ വായിന്ന് ഇങ്ങനെ കുറെ ഇങ്ങനെ അള്ളി ഇങ്ങനെ പറന്നു പോലെ അയാൾ അവിടെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അയാൾ പറയും ഞാൻ തളർന്നു, ഐ എം ഡോഗ് ടയേർഡ് എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് എപ്പോഴും പറയുമ്പോൾ ഒരു കുട്ടിത്തമുണ്ട്. എന്നിട്ട് അയാൾ കിടക്കും. അപ്പോൾ പോളിന് മൂത്രമൊഴിക്കാൻ എന്നിട്ട് പോള് കംപ്ലീറ്റ്ലി അടിപൊളിയായിട്ട് മൂത്രമൊഴിക്കണം. അപ്പോൾ പോളിന്റെ ഇൻഫെക്ഷൻ മാറി. അപ്പോൾ പോളിന് മനസ്സിലാവും ഇയാൾക്ക് എന്തോ ഒരു ഹീലിംഗ് പവർ ഉണ്ടെന്ന് ജോൺ കോഫിക്ക്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് പോൾ അന്ന് രാത്രി വീട്ടിൽ പോകുമ്പോൾ പോളാണെങ്കിൽ മൂഡിലാണ്. കാരണം അപ്പൊ പോളും ഭാര്യയും തമ്മിൽ അന്ന് രാത്രി ഇരുട്ടാവുന്നു, വെളിച്ചമാവുന്നു, സൗണ്ടും നിൽക്കുന്നില്ല. അപ്പോൾ പോളിന്റെ ഭാര്യ പോളിന്റെ അടുത്ത് പറയും പോൾ ഇതെന്ത് പറ്റി, നമ്മൾ 19 വയസ്സ് കഴിഞ്ഞിട്ട് ഇന്നാണ് പോൾ 4 പ്രാവശ്യം ബാക്ക് ടു ബാക്ക് പോണത്. അപ്പൊ പോള് പറയും അത് ശരിയായി എന്നൊക്കെ പറയും. അപ്പൊ ഡോക്ടറിനെ കണ്ടോ അല്ല ഇങ്ങനത്തെ ഒരു ഇടിയും കിട്ടി ഒരു ഇടിയും പിടിയിൽ ശരിയായ ഒരു സാധനമാണ് എന്ന് പറഞ്ഞിട്ട് പോൾ അടുത്ത ദിവസം ഭാര്യ ബ്രെഡൊക്കെ ബേക്ക് ചെയ്ത് കൊടുക്കും ഈ ജോൺ കോഫിക്ക് കൊണ്ടുപോയി. അങ്ങനെ ജോൺ കോഫി കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ മൗസ് വേറൊരു ഇൻമേറ്റ് ഉണ്ട്, ഡെല്ല് എന്ന് പറഞ്ഞൊരു ഇൻമേറ്റ് ഉണ്ട്. ഓക്കെ, അപ്പം ഡെല്ലുമായിട്ട് ഈ മൗസ് കമ്പനിയാവും. ഓക്കെ, ഡെല്ല് ഫ്രഞ്ച് ആണ്. അപ്പം ഡെല്ലുമായിട്ട് ഈ മൗസ് കമ്പനി. അപ്പം ഡെല്ല് ഈ മൗസിന് മിസ്റ്റർ ജിംഗിൾസ് എന്നാണ് പേരിടുന്നത്. അപ്പോൾ ഡെല്ല് ഈ മൗസ് ഇട്ട് ഫുൾ ട്രിക്ക് കാണിക്കും. അതായത് ഡെല്ല് 2-3 ദിവസം തന്നെ മൗസിനെ ട്രെയിൻ ചെയ്ത് അപ്പോൾ മൗസിനെ ഇവിടെ വെച്ചാൽ മൗസ് ഇങ്ങനെ ഓടി ഇങ്ങോട്ട് പോകുന്നു. പിന്നെ നമ്മൾ മറ്റേ ഒരു സ്പൂൾ, അതായത് ഈ ത്രെഡിന്റെ സ്പൂൾ ഉണ്ടല്ലോ, ഇട്ട് കൊടുത്താൽ അതിങ്ങനെ തള്ളും ആ റാറ്റ്. അപ്പൊ അങ്ങനെയൊക്കെ ട്രെയിൻ ചെയ്യുമ്പം അവിടെ ഒരു എന്റർടൈൻമെന്റ് സാധനമാണ് ഈ മൗസ്. ഓക്കെ, അപ്പൊ ആൾക്കാരെല്ലാം പറഞ്ഞ അടിപൊളി. അപ്പോ പെട്ടെന്ന് മറ്റേ പെർസി കയറി വരും. പെർസി വരുമ്പോ പെർസി ഒരു ടെററാണല്ലോ, പെർസി മൗസിനെ കൊല്ലാൻ നടക്കുകയാണല്ലോ. അപ്പൊ പെർസി ഇങ്ങനെ കാണുമ്പോ ആൾക്കാരെല്ലാം പെർസി ഒന്നും ചേരുത്, പെർസി ഇങ്ങനെ കലിപ്പിൽ നീ പെർസി ഒന്നും ചെയ്യരുത്, ഇത് ഡെല്ല് പറയും പ്ലീസ് എൻ്റെ എന്ന്. അപ്പോൾ പെർസി പറയും വേണ്ട വേണ്ട നമുക്ക് ഇവനാണെങ്കിൽ ഒരു അപ്പം ഡെല്ല് പറയും എനിക്കൊരു സിഗാർ ബോക്സ് തരാമോ, ഇവനൊരു വീട് പോലെ ഇവനൊരു നെസ്റ്റ് പോലെ എൻ്റെ അടുത്ത് തന്നെ കിടക്കട്ടെ എന്നുള്ളൊരു സാധനത്തിൽ അങ്ങനെ അവരത് ഒപ്പിച്ചു കൊടുക്കും. ഓക്കെ, ഇങ്ങനെ നിൽക്കുമ്പം പിന്നെ എന്തിട്ടെന്ന് പറഞ്ഞാൽ പിന്നെന്താണ് വരുന്നത്, പിന്നെ ഞാൻ അടുത്ത ഇതിൻ്റെ നടുക്ക് എന്തൊക്കെയാണ് നടക്കുന്നുണ്ടെന്ന് ഞാൻ അടുത്ത റെലവൻ്റ് ആയിട്ടുള്ള കാര്യത്തിലോട്ട് വരാം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഹാല് തിരിച്ചു വന്നിട്ട് ഹാല് പറയും എൻ്റെ ഭാര്യയ്ക്ക് ട്യൂമറാണ്. അതായത് ഹാലും മെലിൻ്റെയും പോളും ഭാര്യയും ഫ്രണ്ട്സ് ആണല്ലോ. അപ്പോൾ പോളും ഭാര്യയും വീട്ടിൽ പോകുമ്പോൾ ഹാലിൻ്റെ ഭാര്യ ഭയങ്കര വയ്യാതെ ഇരിക്കുകയാണ്.
അപ്പം ആൻഡ് തലയിൽ ട്യൂമറാണ്, ഇതൊരു ഡീപ്പ് ഏരിയയിലാണ്, അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റൂല എന്ന് പറയും. അപ്പോൾ ഭയങ്കര പാടാണ്. കാരണം ചില ദിവസങ്ങൾ ബാഡ് ഡേയ്സ് ആണ്, ചില ദിവസങ്ങൾ വേഴ്സ് ഡേയ്സ് ആണ്. അവളിങ്ങനെ തെറിയൊക്കെ വിളിക്കും, ഭയങ്കര വേദന. കാരണം എനിക്ക് അറിഞ്ഞൂടായിരുന്നു അവൾക്ക് ഈ തെറികൾ അറിയാവുന്ന പോലും. അങ്ങനെ ആകുമ്പം ഹാല് നല്ലൊരു വ്യക്തി, പോളിനത് കാരണം ഭയങ്കര വിഷമം. അങ്ങനെ നമ്മുടെ ചെറുപ്പം പിടിപ്പിക്കേ. ഇതിന്റെ ഇടയ്ക്ക് എന്താ പറ്റുമെന്ന് പറഞ്ഞാൽ ഈ ബിൽ ദ ഡെവിൾ കിഡ് ഉണ്ടല്ലോ, അവൻ വെറും ചൊറിയാണ്. അവൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത് ഫ്രണ്ടിൽ കൂടെ പോകുന്ന പോലീസുകാരെ തുപ്പും, മുള്ളും, അങ്ങനെയൊക്കെ. എന്നിട്ടാണെങ്കിൽ ഈ ചോക്ലേറ്റ് പോലൊരു സാധനം കഴിച്ചിട്ട് തുപ്പും, അങ്ങനെയൊക്കെ. അപ്പൊ ഒക്കെ ഇയാളെ കൊണ്ടുപോയി റെസ്റ്റോറൻറ്റ് റൂമിൽ കൊണ്ടുപോയിടും, ആ പാഡ് റൂമിൽ കൊണ്ടുപോയിടും. അപ്പൊ ഇയാൾ ഒരു സോറി സർ ഞാൻ നന്നായി എന്ന് തിരിച്ചു. പക്ഷെ ഇയാൾ ഫുൾ അവിടെ കിടന്ന് മൈരത്തരം. അതേപോലെ ഒരു പ്രാവശ്യം പെർസി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പം അയാൾ പെർസീനെ കയറി പിടിക്കും. എന്നിട്ട് പെർസിയുടെ മറ്റിടത്ത് ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ പെർസി ഞാൻ ഇത് പൊട്ടിക്കട്ടാ. അപ്പൊ പെർസി ആകെ പേടിച്ചു പോയിട്ട് പെർസി മുള്ളും. അപ്പൊ ഡെല്ലൊക്കെ ഇരുന്ന് കളിയാക്കും, അയ്യേ മുള്ളി. പെർസി വെറ്റ്മോർ എന്നാണ് സെക്കൻഡ് നെയിം. പറയും വെറ്റ്മോർ എന്ന് നിനക്ക് പേര് വന്നതാണ് കാരണം എന്നൊക്കെ പറയും. ഇതിന്റെ ഇടയ്ക്ക് ഇതേപോലെ പെർസി ഇതേപോലെ ഓരോ വട്ട് കാണിക്കുമ്പം ഈ ടോം ഹാങ്ക്സ് പോൾ പോയി പെർസിയുടെ അടുത്ത് പറയും, മേരെ പൊക്കോണം ഇവിടെ നിന്ന്, ഇങ്ങനെ കാണിക്കരുത്, അടിയേരും എന്നൊക്കെ പറയും. അപ്പോൾ പെർസി പറയും, എനിക്ക് എക്സിക്യൂഷനിൽ ഒരു ഫ്രണ്ട് ആളാവണം, ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരാളായി എനിക്കൊരു എക്സിക്യൂഷൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ പൊക്കോളാം എന്ന് പറയും. അപ്പോൾ അടുത്ത എക്സിക്യൂഷനിൽ ഇയാൾ ഫ്രണ്ടിലെ ആളാക്കാം എന്നുള്ള ഒരു സാധനം പറയും. അങ്ങനെ പെർസി മുള്ളും. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഈ ജിങ്കിൾസ്, മിസ്റ്റർ ജിങ്കിൾസ് എലി പുറത്ത് വരുമ്പോൾ പെർസി ചവിട്ടി അതിനെ കൊല്ലും. ഓക്കെ, ചവിട്ടി കൊല്ലപ്പം ജോൺ കോഫി പറയും എൻ്റെ കയ്യിൽ കൊണ്ടു തരൂ എന്ന് പറയും. അപ്പോൾ അവിടെ എല്ലാവരും നിൽക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഇവരാണെങ്കിൽ ജോൺ കോഫിയുടെ കൈ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ജോൺ കോഫി അതിങ്ങനെ ബൾബ് ഇങ്ങനെ കത്തുന്നു. ഓക്കെ, ജോൺ കോഫി ജീവൻ വെക്കുന്നു, അള്ളു വിടുന്നു. അങ്ങനെ ഓക്കെ, അങ്ങനെ ജോൺ കോഫി പോയി അള്ളിട്ട് അപ്പൊ ജിങ്കിൾസ് തിരിച്ച് ജീവനോടെ വന്നു. ഓക്കെ, അപ്പൊ ഇത് പലരും കണ്ടു, ആ സെല്ലിലുള്ള ബാക്കിയുള്ള പോലീസ് ഓഫീസേഴ്സ്, പോലീസ് ഓഫീസേഴ്സൊക്കെ കണ്ടു. ഇത് കഴിഞ്ഞിട്ട് ഈ പോൾ എച്ച് കോമിനപ്പോൾ ഭയങ്കര, കാരണം ഇയാളൊരു ക്രിമിനൽ അല്ല എന്ന് മനസ്സിലായി, ഇയാളൊരു മിറാക്കിൾ മാൻ ആണെന്നുള്ള മനസ്സിലാക്കി. അങ്ങനെ ഇയാള് ഈ ജോൺ കോഫിക്ക് വേണ്ടി വാദിച്ച വക്കീലിനെ പോയി കാണുകയാണ്. എന്നിട്ട് ചോദിക്കും, ശരിക്കും ഇയാൾ ഇത് ചെയ്തിട്ടുണ്ടോ? കാരണം ഫയലിൽ എഴുതിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഇയാൾ ഈ ബോഡി ആയിട്ട് ഇരിക്കുകയായിരുന്നു. ഇയാൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, ഐ ആം സോറി, ഐ കുഡിൻ ടേക്ക് ഇറ്റ് ബാക്ക് എന്നുള്ളത്. അപ്പോൾ ബേസിക്കലി ഈ വക്കീലാണെങ്കിൽ വക്കീലിൻ്റെ മോനെ കാണിക്കുമ്പോൾ അയാളുടെ ഇവിടെ ഇങ്ങനെ പട്ടി അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇയാൾ പറയും, ഈ നിഗർസ്, അതായത് ഈ ബ്ലാക്ക് ആൾക്കാർ പട്ടികളെ, അന്നത്തെ റീസൺ വേണം, പട്ടികളെ പോലെയാണ്. അതായത് ഈ വക്കീലിനൊരു പട്ടി ഉണ്ടായിരുന്നു, ആ പട്ടി എല്ലാവരുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. പക്ഷെ ഒരു ദിവസം എന്തോ വട്ടിളകിയിട്ട് ആ കുട്ടിയെ കയറി കടിച്ചു. അതുപോലെ തന്നെയാണ് നിഗർസ്. ഇയാൾക്ക്, അതായത് ജോൺ കോഫി, പിന്നെ ഈ ജോൺ കോഫി എവിടെ നിന്ന് വന്നു? അപ്പം പോള് പറയുന്നത് ജോൺ കോഫിക്ക് ഇതിന്റെ ഹിസ്റ്ററി ഇല്ലല്ലോ. സാധാരണ ഇങ്ങനത്തെ ഒരു പീഡോഫൈൽ റേപ്പിസ്റ്റ് പറഞ്ഞാൽ ഇവർക്കൊരു ഹിസ്റ്ററി കാണുമല്ലോ, പക്ഷെ ഇയാൾക്ക് ഹിസ്റ്ററി ഇല്ല. അപ്പൊ പറഞ്ഞത് ഗ്രേറ്റ് ഡിപ്രഷന്റെ ടൈമാണ്, അപ്പം ആൾക്കാർ വന്നു. പിന്നെ ഇതേപോലെയാണ് നിഗർസ്, ഇങ്ങനെയാണ് അവര് പട്ടികളെ പോലെയാണ്, അതായത് പെട്ടെന്ന് ഫ്ലിപ്പായി ചെയ്തതാണ്. പക്ഷെ ആ തെറ്റിന് എന്തായാലും ഇയാൾക്ക് ഇത് തന്നെ കൊടുക്കണം, എക്സിക്യൂഷൻ തന്നെ കൊടുക്കണം, ക്യാപിറ്റൽ പണിഷ്മെന്റ്. ഇയാള് റേസിസം കാരണം, ഇയാളുടെ വെറുപ്പ് കാരണം ഇയാളെ പെടുത്തിയേക്കാണ്. അതെ, റേസിസം ഇതിലൊരു അതായത് ഇയാൾ ആ കുട്ടികൾ പിടിച്ചിരിക്കുമ്പോ ഇയാള് ബ്ലാക്ക് ആയതുകൊണ്ട് അവരങ്ങ്, അത് വൈറ്റ് കുട്ടികളാണോ? അത് വൈറ്റ് കുട്ടികളാണ്, വൈറ്റ്, അവിടെയാണ് പ്രശ്നം വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് കഴിഞ്ഞിട്ട് അപ്പൊ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി ഇയാള് അടിപൊളിയാണെന്നുള്ള. കള്ളക്കേസി പെടുത്തി എന്നുള്ളത്, കള്ളക്കേസി പെടുത്തിയെന്നല്ല, ഇയാൾക്ക് ഹീലിംഗ് പവർ ഉണ്ടെന്നുള്ള. അങ്ങനെ ആകുമ്പം പോള് എല്ലാവരെയും വീട്ടിൽ, ബാക്കിയുള്ള 3-4 പോലീസുകാരെ വീട്ടിൽ വിളിച്ചിട്ട് പ്ലാൻ ഉണ്ടാക്കും. അതായത് നമുക്ക് ഹാലിന്റെ ഭാര്യനെ ഇങ്ങനെ കൊണ്ട് ക്യൂർ ചെയ്യിപ്പിക്കാം എന്നുള്ളത്. ഓക്കെ, അങ്ങനെ ഇവര് ഒരു പ്ലാൻ ഉണ്ടാക്കും. അതായത് ഇവര് ജോൺ കോഫിനെ ഒരു ദിവസം ഹാലിന്റെ വീട്ടിൽ കൊണ്ടുവന്നു, ഭാര്യനെ കാണിപ്പിക്കുന്നു, ഭാര്യനെ ക്യൂർ ചെയ്യുന്നു, തിരിച്ചു കൊണ്ടുവരുന്നു. ഇതിന്റെ ഇടയ്ക്ക്, ഇതിന് മുമ്പേ ഒരു സാധനം നടന്നിട്ടുണ്ട്. അതായത് ഡെല്ലിന്റെ എക്സിക്യൂഷൻ നടക്കും. ഡെല്ലിന്റെ എക്സിക്യൂഷൻ നടക്കുമ്പോൾ ഫ്രണ്ട് മാനായിട്ട് നിൽക്കുന്നത് പെർസി. ഓക്കെ, അവിടെ പെർസി ആക്ച്വലി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഈ സാധാരണ ഈ സ്പോഞ്ച് സോക്ക് ചെയ്തിട്ട് വെക്കണം, എന്നാലേ വാട്ടർ കണ്ടക്ട് ചെയ്യുള്ളൂ.
ഇയാള് സോക്ക് ചെയ്യാതെ വെക്കും. അപ്പൊ എന്ത് പറ്റും എന്ന് പറഞ്ഞാൽ കുറെ നേരം എക്സിക്യൂട്ട് ആവും. അപ്പൊ അയാൾ ഓൾമോസ്റ്റ് ഫ്രൈ ആയി കത്തിയാണ് മരിക്കണം. അപ്പൊ അത് ഒരുമാതിരി അലമ്പാവും. അതായത് അതും ഡെല്ല് ഭയങ്കര നല്ല ഒരു വ്യക്തിയാണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവര് പെർസിയുടെ അടുത്ത് വയലന്റ് ആവണം, മൈരേ ഇനി നീ പോയില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ സീനിൽ. അപ്പൊ പെർസിയുടെ ഞാൻ പൊക്കോളാം എന്നിട്ട് പൊക്കോളാം എന്ന് പറയും. എന്നിട്ട് ഇവർ അടുത്ത ദിവസം ജോൺ കോഫീനെ പുറത്തു കൊണ്ടുപോകണം. അപ്പൊ അതിൽ ആദ്യം ഇവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ പെർസിയുടെ അടുത്ത് പോയി പറയും, നീ ഇന്നലെ കാണിച്ച മൈരത്തരത്തിന് നിന്നെ എന്തെങ്കിലും പണിഷ്മെന്റ് തരണം. അപ്പൊ അയാൾ പറയാം, ഞാൻ ഭയങ്കര കോണ്ടാക്ട് ഉള്ള ആളാണ്, നീ കോണ്ടാക്ട് ഉള്ള ആളാണെന്ന് പറയുകയാണെങ്കിൽ നീ എക്സിക്യൂഷന് കാണിച്ച കാര്യം പുറത്തു വരും, അത് നിന്റെ വർക്ക് റെക്കോർഡിൽ പോകും, അല്ലെങ്കിൽ നീ മറ്റേ ഇവിടെ മുള്ളിയ കാര്യം നമ്മൾ എല്ലായിടത്തും പറയും. അങ്ങനെ അയാളെ മറ്റേ പാഡഡ് റൂമിൽ കൊണ്ടുപോയിടും, ഈ പെർസീനെ കൊണ്ടുവിടും. പിന്നെ ഈ ബില്ലി മറ്റേ ഡെവിൾ കിഡ് ഉണ്ടല്ലോ, അയാൾ ഇങ്ങനെ ബിയർ ചോദിക്കും. അപ്പൊ ബിയറിൽ അയാൾക്ക് ഉറക്ക ഗുളിക കൊടുത്തിട്ട് അയാളെ ഫ്ലാറ്റ് ആക്കും. എന്നിട്ട് അവര് ജോൺ കോഫീനെ ഇങ്ങനെ പുറത്തു കൊണ്ടുപോകുമ്പം എന്ത് പറ്റും എന്ന് പറഞ്ഞാൽ ജോൺ കോഫിയാണ്. പക്ഷെ ആ ബിൽ ദ ഡെവിൾ കിഡ് ഉറങ്ങിയിട്ടില്ല. അയാൾ പെട്ടെന്ന് എഴുന്നേറ്റ് ജോൺ കോഫീനെ കയറി പിടിക്കും. ഓക്കെ, ജോൺ കോഫീനെ കയറി പിടിക്കുമ്പോൾ ജോൺ കോഫി ഇങ്ങനെ ഞെട്ടിയിട്ട് ജോൺ കോഫി കരയാനൊക്കെ തുടങ്ങും. ഓക്കെ, ജോൺ കോഫി പെട്ടെന്ന് തരും, പിള്ളേരുടെ മനസ്സാണല്ലോ. അങ്ങനെ പിന്നെ അവരുടെ കൈ ആണെങ്കിൽ പോളെടുത്ത് മാറ്റിയിട്ട് ഇവര് ജോൺ കോഫിനെ കൊണ്ടുപോകും. അപ്പൊ ജോൺ കോഫിക്ക് പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഈ താരങ്ങളെ, ഈ സ്റ്റാർസിനെ കാണുമ്പോൾ ഒരു സാധനം എന്റെ അമ്മൂമ്മയാണ്, പിള്ളേരുടെ മനസ്സ് മണ്ണ് കാണുമ്പോൾ അതിന്റെ സന്തോഷം. അവരങ്ങനെ ഈ ജോൺ കോഫിനെ ഹാലിന്റെ വീട്ടിൽ കൊണ്ടുപോകും. ഹാൽ ആദ്യം വലിയ പറ്റൂല മെലിന്നൊക്കെ പറയും. കുറച്ച് കഴിയുമ്പം ജോൺ കോഫി തന്നെ അകത്ത് പോയി മെലിന്റെ അവത വയ്യാതെ കിടക്കുന്ന മെലിന്റെ വായിൽ നിന്ന് ട്യൂമർ വലിച്ചെടുക്കും. അതും കള്ള് പോലെയാണ് വരുന്നത്. അപ്പൊ പെട്ടെന്ന് വലിച്ചെടുത്ത് കഴിയുമ്പോൾ എന്ത് പറ്റും എന്ന് പറഞ്ഞാൽ ഈ മെലിന്റെ ട്യൂമർ തുടങ്ങണ മുമ്പത്തെ മെമ്മറിയിലോട്ട് പോകും. അപ്പൊ ചോദിക്കും, നിങ്ങൾ ആരാണ്? അപ്പൊ ഇയാൾ പറയും, എന്റെ പേര് ജോൺ കോഫി കുടിക്കുന്ന കോഫി, സ്പെല്ലിംഗ് വേറെയാണ്. അപ്പൊ അവർ പറയും, ഞാൻ എന്തോ ഒരു സ്വപ്നം കണ്ടതിൽ ഞാൻ നിങ്ങളെ കാണുന്നത് ഓർക്കുന്നുണ്ട്. അങ്ങനെ എന്നിട്ട് അവരുടെ കഴുത്തിലുള്ള ഒരു മാലയെ കൊടുക്കും. അപ്പം ആ മെലിന്റെ ഹീലായി. പക്ഷെ ഹീലായിട്ട് ഇയാള് അള്ളു പുറത്തു വിട്ടിട്ടില്ല. ഇപ്പൊ ഇയാള് അള്ളും കൊണ്ട്, അപ്പൊ ഇയാള് വയ്യാതെ, ഇയാളുള്ള ട്യൂമറിന്റെ ഇതൊക്കെ എടുത്തിട്ട് ഇയാൾ വയ്യ, ഇയാൾക്ക് നടക്കാനൊന്നും വയ്യ. അങ്ങനെ ഇങ്ങനെ വാരി എടുത്തോണ്ട് കൊണ്ടുപോയി വണ്ടി കൊണ്ടുപോയി ഇടും. ഇട്ടിട്ട് അയാൾക്ക് വയ്യ അവിടെ. അങ്ങനെ അയാളെ തിരിച്ചു കൊണ്ടുവന്നിട്ട് അയാളെ കൊണ്ടുപോയി സെല്ലിൽ കൊണ്ടുപോയി കിടത്തും. ഓക്കെ, ഇയാളെ സെല്ലിൽ കൊണ്ടുപോയി കിടത്തുമ്പം ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ സെല്ലിൽ കൊണ്ടുപോയി കിടത്തും. അപ്പൊ ഇയാള് വയ്യ, ഇയാൾ ഇതുവരെ പക്ഷെ അള്ളു വിട്ടിട്ടില്ല. ഇയാൾ അള്ളു വിടാതെ, ഇയാൾക്ക് വയ്യ, ഇയാള് അത് എടുത്തു കഴിഞ്ഞിട്ട് ഇയാൾ വയ്യാതെ ഇടാം. അപ്പൊ ഇയാളെ കൊണ്ടുപോയി സെല്ലിൽ കൊണ്ടുപോയി കിടത്തും. സെല്ലിൽ കൊണ്ടുപോയി കിടത്തിട്ട് ഇവര് പെർസീനെ പുറത്തു വിടും. അപ്പൊ പെർസി പറയും, ഞാൻ ഇങ്ങനെ പിടിച്ചു വെച്ച. അവൻ പറയും, ഇത് നാളെ പൊക്കണം, നമ്മുടെ ഡീൽ ഇതായിരുന്നു. അതുമല്ല ഇവര് പറഞ്ഞു, ഇവര് റിപ്പോർട്ട് ഫയൽ ചെയ്യും. അതായത് ഇയാൾ എക്സിക്യൂഷൻ ഫക്കപ്പ് ചെയ്തല്ലോ. കാരണം എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ അവിടെ ഈ പബ്ലിക്കൊക്കെ പാനിക്കായി. പിന്നെ ഭയങ്കര ആൾക്കാർ അറിഞ്ഞു ഇത് പബ്ലിക് എക്സിക്യൂഷൻ ആണ്. അപ്പോൾ അങ്ങനെ കാണിച്ച ഭയങ്കര മോശമാണ് എന്നുള്ളത്. അപ്പോൾ അയാൾ പറഞ്ഞു, ശരി ഞാൻ പൊക്കോളാം, അല്ലേ തന്നെ ഞാൻ ഇവിടെ നിൽക്കാനൊന്നും പ്ലാൻ ചെയ്യണില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അയാൾ ഇറങ്ങുമ്പം പെട്ടെന്ന് ജോൺ കോഫി ഇയാളെ വലിച്ചിട്ട് ഇയാളുടെ വായിലോട്ടുള്ള അള്ളൊക്കെ വിട്ടുകൊടുക്കും. അപ്പൊ പെർസി ഇങ്ങനെ ഫുൾ കിളി പോവും. അങ്ങനെ പെർസി ഇങ്ങനെ കിളി പോയി ഇങ്ങനെ നടക്കുമ്പോ സൈഡിൽ ബിൽ ദ ഡെവിൾ കിഡിനെ കാണും. അപ്പൊ അയാൾ തോക്കെടുത്ത് ബിൽ ദ ഡെവിൾ കിഡിനെ വെടിവെച്ച് കൊല്ലും പെർസി. അത് കഴിഞ്ഞ് പെർസി ഫ്ലാറ്റ് ആണ്. പിന്നെ പെർസിക്ക് ബോധമൊന്നുമില്ല. ഓക്കെ, അടുത്ത സീനിൽ കാണിക്കുന്നത് പെർസി മറ്റേ ഗാർഡായി പോണം എന്ന് പറഞ്ഞൊരു ട്രിപ്പ് കിട്ടാൻ വേണ്ടി മെന്റൽ ഹോസ്പിറ്റലില് അവിടെ പെർസി ഇങ്ങനെ നിൽക്കുകയാണ്. അതേ ബാൽക്കണിയിൽ നിന്നാണ് ആദ്യം ബിൽ ദ ഡെവിൾ കിഡിനെ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ ബിൽ ദ ഡെവിൾ കിഡ് മരിച്ചു, പെർസിയാണ് എക്സിക്യൂട്ട് ചെയ്തത്. പക്ഷെ ഈ അള്ളിന്റെ സാധനം വിട്ട്. അപ്പൊ പിന്നെ പോളാണെങ്കിൽ പോയി കണ്ടിട്ട് ഇതിന് മുമ്പേ ഒരു സാധനമുണ്ട്. അതായത് ഡെല്ല് മരിക്കുന്ന മുമ്പേ ഡെല്ല് പറയും, പക്ഷെ എൻ്റെ മൗസിനെ ആരെങ്കിലും നോക്കണം എന്ന് പറയും. അപ്പോൾ പോള് പറയും, നമ്മൾ ഒരു കാര്യം ചെയ്യാം, നമുക്കാണെങ്കിൽ പിള്ളേരെ വിളിക്കാം, അവർ കൊണ്ടുപോട്ടെ. ഇവിടെ പിള്ളേർ നോക്കിയാൽ ശരിയാവില്ല, റെഗുലറായിട്ട് ഫുഡൊക്കെ കൊടുക്കണം. അപ്പോൾ പോള് പറയുന്നത് ശരി ഞാൻ എടുക്കാം. അപ്പോൾ പറയും, ഇല്ല നിങ്ങൾ വുഡ്സിലാണ് താമസിക്കുന്നത്, അവിടെ പോയാൽ ഇവൻ പേടിച്ചു പോകും. അപ്പോൾ ഇവരൊരു കള്ളം പറയും. അതായത് ഫ്ലോറിഡയിൽ മൗസ്വിൽ എന്ന് പറഞ്ഞൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ഉണ്ട്. അവിടെ ഈ മൗസിന്റെ പെർഫോമൻസ് കാണാൻ വേണ്ടി പിള്ളേർ വരാറുണ്ട്, കാശ് കൊടുക്കാറുണ്ട്, ഇങ്ങനെ എന്റർടൈൻമെന്റ് മൗസ്. അപ്പം ഇത് സ്കൂളൊക്കെ തള്ളുന്നതാണ്. അപ്പൊ ഇതൊരു സർക്കസ് മൗസ് ആകാൻ
നല്ല സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ അവിടെ കൊണ്ടുപോകും എന്ന് പറയും. അപ്പൊ മൗസ് സിറ്റി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ കൊണ്ട്. അപ്പം അങ്ങനെയാണ് ഇയാൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുമ്പം ഇയാൾ മരിക്കണ മുമ്പേ ഈ പെർസി പറയും അങ്ങനെയില്ല, അത് ഇവരൊക്കെ വലിയ ഗുണ്ടകളൊക്കെ ആണെന്നുണ്ടെങ്കിലും കുഞ്ഞുങ്ങളുടെ മനസ്സിലെ മൊത്തത്തില് അങ്ങനെ. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞിട്ട് അപ്പൊ ജോൺ കോഫിയുടെ അടുത്ത് പോയിട്ടാണെങ്കിൽ പോള് ചോദിക്കും എന്തിനാണ് ഈ പെർസിയുടെ വായിലോട്ട് അത് വിട്ടുകൊടുത്തതെന്ന് പറയുമ്പോൾ പോള് പറയും. അപ്പം ബേസിക്കലി ഈ ജോൺ കോഫിക്ക് ഉള്ളതെന്ന് വെച്ചാൽ അയാൾക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. അയാൾക്ക് തൊട്ടാലും അയാൾക്ക് ഹ്യൂമൻ പെയിൻ മനസ്സിലാവും. എംപതൈസർ, ഭയങ്കര എംപതിയാണ് പുള്ളിക്ക്. അപ്പം ഈ ഡെല്ലിനെ മരിക്കാൻ കൊണ്ടുപോകുമ്പോഴും ആ എലീനെ ഈ ജോൺ കോഫിയാണ് വെച്ചിരുന്നത്. അപ്പം ആ ഡെല്ല് എക്സിക്യൂഷനിൽ നേരിട്ട പെയിൻ മൊത്തം 10-15 മിനിറ്റ് പുള്ളി നേരിട്ട പെയിൻ മൊത്തം ജോൺ കോഫിക്ക് ഫീൽ ചെയ്യാൻ പറ്റി. അപ്പൊ ജോൺ കോഫി പറയുന്നത് വെച്ചാൽ അയാൾക്ക് മരിച്ചു പോകാൻ പറ്റും, പക്ഷെ ആ പെയിൻ ഇപ്പോഴും എന്റെ അകത്തിരിക്കുന്നുണ്ട്. അത് പുള്ളിക്ക് ഇനി ഇതുപോലെ പുറത്തു വിടണം. പക്ഷെ പുള്ളിക്ക് എല്ലാവരുടെ പെയിൻ മനസ്സിലാവും. പുള്ളി പറയുന്നത് വെച്ചാൽ ഈ മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാനുള്ള ആൾക്കാരല്ലേ, പക്ഷെ എന്തിനാണ് നിങ്ങളുടെ മനസ്സിന്റെ അകത്തുള്ള വെറുപ്പ്? അപ്പൊ ബേസിക്കലി അയാള് മറ്റേ ബിൽ ദ ഡെവിൾ കിഡ് അയാളെ കൈ പിടിച്ചപ്പം അയാൾക്ക് ബിൽ ദ ഡെവിൾ കിഡിന്റെ ഹാർട്ടിലോട്ട് കാണാൻ പറ്റി. അപ്പൊ അയാൾ പറഞ്ഞു ബിൽ ദ ഡെവിൾ കിഡ് ഭയങ്കര മോശം മനുഷ്യനാണ്. ഈ ജോൺ കോഫീനെ അറസ്റ്റ് ചെയ്ത 2 പെണ്ണുങ്ങളെ റേപ്പ് ചെയ്ത ശരിക്കും ബിൽ ദ ഡെവിൾ കിഡ് ആണ്. അപ്പൊ ആ വീട്ടിൽ ബിൽ ദ ഡെവിൾ കിഡും ഉണ്ടായിരുന്നു. പക്ഷെ ബിൽ ദ ഡെവിൾ കിഡ് വൈറ്റ് ആയതുകൊണ്ട് ആരും സംശയിച്ചില്ല. ബിൽ ദ ഡെവിൾ കിഡ് ഭയങ്കര റേസ്. അങ്ങനെ ആദ്യം വരുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഞാൻ ആ നിഗർ ഇരിക്കുന്ന ചെയറിൽ എന്നെ ഇരുത്തരുത്, നിഗറിന് സെപ്പറേറ്റ് ചെയർ വേണമെന്നൊക്കെ. അപ്പൊ ബേസിക്കലി ബിൽ ദ ഡെവിൾ കിഡ് ആണ് ഈ ഒരു കുട്ടികളെ മർഡർ ചെയ്ത് റേപ്പ് ചെയ്ത് ഇത് ചെയ്ത്. അതുകൊണ്ടാണ് അവനെ കൊല്ലണം. പെർസി ഒരു വൃത്തികെട്ട മനുഷ്യനാണ്, കാരണം അയാൾ മറ്റേ ജിങ്കിൾസിനെയൊക്കെ ചവിട്ടിക്കൊന്നു. അതുകൊണ്ടാണ് ഇവരെ രണ്ടുപേരെയും ഇത്. എന്നിട്ടപ്പം അങ്ങനെ പറയും. അപ്പം ഇത് ബേസിക്കലി എങ്ങനെയാന്ന് വെച്ചാൽ പറയല്ല ചെയ്യുന്നത്. ജോൺ കോഫി കൈ കൊടുക്കും. അപ്പൊ പോള് കൈ കൊടുക്കുമ്പോൾ പോളിന് കാണാൻ പറ്റുന്നത്, പോളിന് ജോൺ കോഫിയുടെ മെമ്മറിയിലോട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്, ഹാർട്ടിലോട്ട്. ഇങ്ങനെ ഇരിക്കുമ്പം പിന്നെ ഒരു ദിവസം രാത്രി പോളിന് ഭയങ്കര കുറ്റബോധം. അതായത് ഇത്രയും ദൈവത്തിന്റെ ഒരു മിറാക്കിൾ ആണല്ലോ ജോൺ കോഫി, ഞാൻ എങ്ങനെ ഇയാളെ എക്സിക്യൂട്ട് ചെയ്യും? അപ്പോൾ അയാൾക്ക് അങ്ങനത്തെ വിഷമത്തിലൊക്കെ ആകുമ്പോൾ ഭാര്യ പറയും നിങ്ങൾ ജോൺ കോഫിയായിട്ട് സംസാരിക്കുക എന്നുള്ളത്. അപ്പോൾ ഇയാൾ ജോൺ കോഫിയായിട്ട് സംസാരിക്കുമ്പം ജോൺ കോഫി എടുത്ത് പറയും എങ്ങനെ നിങ്ങളെ ഞാൻ കൊല്ലും, നിങ്ങൾ ശരിക്കും ദൈവത്തിന്റെ ഒരു മിറാക്കിൾ ആണല്ലോ, എനിക്ക് ജോലി പോയാലും കുഴപ്പമില്ല, ഞാൻ നിങ്ങളെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താം, നിങ്ങൾ എത്ര പോകാൻ പറ്റുന്ന അത്ര പോ, പക്ഷെ നിങ്ങളുടെ മരണം എന്റെ കോൺസൈസിൽ പോകണ്ട, ഒന്ന് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല, 2 നിങ്ങൾ ദൈവത്തിന്റെ ഒരു മിറാക്കിളാണ്. അപ്പോൾ ജോൺ കോഫി പറയും ശരിക്കും നിങ്ങൾ എന്നോട് ചെയ്യുന്ന ഒരു സഹായമാണ്, കാരണം ഈ ഹ്യൂമൻ ലൈഫ് എന്ന് പറഞ്ഞ സഫറിങ് ആണ്, ഫുൾ ഹേറ്റഡ് ആണ്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലവ് ചെയ്യുന്നില്ല, മനസ്സിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഹേറ്റഡ് ആണ്. പുള്ളി ഇത് മൊത്തം ആൾക്കാരിൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിക്ക് ഈ പെയിൻ ഒന്നും എടുക്കാൻ വയ്യ, എനിക്ക് മറ്റേ ഡെല്ലിന്റെ എക്സിക്യൂഷൻ തന്നെ കുറെ പെയിൻ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് മരിക്കണം എന്ന് പറയും. അപ്പൊ പോൾ ചോദിക്കും അവസാനത്തെ ആഗ്രഹം, അവസാനത്തെ മീൽ എന്താണെന്ന് പറയും ഇങ്ങനെ കുറച്ച് എനിക്ക് ചിക്കനും മറ്റേ ഭാര്യയുടെ കോൺഫിഡൻറ്റും ഒക്കെ വേണം. പിന്നെ അപ്പോൾ ചോദിക്കുക എന്താണ് അവസാനത്തെ ആഗ്രഹം, ഞാൻ അതെങ്കിലും നടത്തി തരട്ടെ എന്ന് പറയുമ്പോൾ ജോൺ കോഫി പറയും എനിക്ക് ഞാൻ ഇതൊരു സിനിമ കണ്ടിട്ടില്ല, എനിക്കൊരു സിനിമ കാണണം. ആ സിനിമയാണ് ആദ്യം കാണുന്നത്. വൃദ്ധസാധനത്തിരുന്ന് കാണുമ്പം അത് ടോം ഹാങ്ക്സ് ആണ്. അത് ടോം ഹാങ്ക്സ് ആണ്, ആ കളവൻ ടോം ഹാങ്ക്സ്, ആ പോൾ എച്ച്കോം. അതെ. അത് കഴിഞ്ഞിട്ട് ഇവരാണെങ്കിൽ ഈ ജോൺ കോഫീനെ എക്സിക്യൂഷന് വേണ്ടി കൊണ്ടുപോകുമ്പോൾ ജോൺ കോഫി പിള്ളേരുടെ മനസ്സിലുണ്ട്. ജോൺ കോഫി പറഞ്ഞ് ഞാൻ ഇന്ന് ജോൺ കോഫിക്ക് ഇപ്പോൾ സന്തോഷമാണ്, മരിക്കാൻ പോകുന്ന സന്തോഷമാണ്, കാരണം അയാൾക്ക് ഭൂമി മടുത്ത, അയാൾക്ക് മനുഷ്യന്മാർ മടുത്ത. അപ്പോൾ ജോൺ കോഫി പറഞ്ഞ് ഞാൻ ഇന്നലെ സ്വപ്നം കണ്ട് ഈ മൗസ്വില്ലിൽ മിസ്റ്റർ ജിങ്കിൾ പിള്ളേരെയൊക്കെ കളിപ്പിക്കുന്നത്, അവിടെ ഞാൻ ആ 2 പെൺകുട്ടികൾ ഞാൻ ചിരിക്കുന്ന കണ്ടു, പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ അവരെ സേവ് ചെയ്യാൻ നോക്കി, എന്നിട്ട് അവരെ സേവ് ചെയ്യാൻ പറ്റിയില്ല, പക്ഷെ ഞാൻ ഇന്നലെ സ്വപ്നത്തിൽ കണ്ടു, അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളെ സീറ്റിൽ കൊണ്ടുപോയിരുന്നു. അപ്പൊ സാധാരണ അവര് സ്പോഞ്ച് വെച്ചിട്ട് ഒരു മുഖം മൂടും. അപ്പൊ ഇയാൾ പറയും പ്ലീസ് എന്റെ മുഖം മൂടാതെ ഇരിക്കുവോ, എനിക്ക് ഡാർക്ക്നെസ് പേടിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അവിടെ സെന്റ് സീൻ, എല്ലാവരും കരഞ്ഞാണ് അയാളെ കൊല്ലുന്നത്, കാരണം അവിടുത്തെ ഒരു മെയിൻ ഡൂഡായല്ലോ. പബ്ലിക് എങ്ങനെ റിയാക്ട് ചെയ്യുന്നതിന്? പബ്ലിക് അവിടെ നിന്ന് ദേഷ്യമാണ്, ഈ റേപ്പിസ്റ്റിനെ കൊല്ലു, ഇയാളെ 2 പ്രാവശ്യം കൊല്ലണം എന്നൊക്കെ ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ജോൺ കോഫി മരിക്കുന്നു. ഓക്കെ,
അത് കഴിഞ്ഞിട്ട് ഈ ഒരു അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഈ ഓൾഡ് ഏജ് ഹോമിൽ വരുമ്പം ഓൾഡ് ഏജ് ഹോമിൽ വരുമ്പം മറ്റേ ഈ എലി പറയും, ഫ്രണ്ട് പറയും, പക്ഷേ ഇത് ഭയങ്കര ഒരു വിചിത്രമായ കഥയാണല്ലോ. അപ്പോൾ ഇയാൾ പറയും എനിക്ക് മനസ്സിലാവും ഇത് ആൾക്കാർക്ക് വിശ്വസിക്കാൻ ഭയങ്കര പാടാണ്, ഇങ്ങനത്തെ ഒരു മിറാക്കിൾ നടന്നു എന്നുള്ളത്. പക്ഷെ ഞാൻ തനിക്കൊരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇവര് മറ്റേ ഈ പോള് നടന്നു പോകുന്ന ആ കോട്ടേജിൽ പോകും. ആ കോട്ടേജിൽ പോയിട്ട് കാണിക്കുന്ന മിസ്റ്റർ ജിംഗിൾസിനെ, മനസ്സിലായില്ലേ? അപ്പൊ മിസ്റ്റർ ജിംഗിൾസ് ഇത്രയും നാളായിട്ട് ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ ഈ മിസ്റ്റർ ജിംഗിൾസിന് ബ്രെഡും കൊണ്ടാണ് ഇയാൾ ഇന്ന് രാവിലെ പോകുന്നത്. എന്നിട്ട് ഇയാൾ പറയും ബേസിക്കലി എനിക്ക് 108 years ആയി, മനസ്സിലായില്ലേ? അതായത് ഇയാൾ ഹീൽ ചെയ്തിട്ട്, ഈ ജോൺ കോഫി ഹീൽ ചെയ്തിട്ട് ബേസിക്കലി അയാളുടെ പെയിൻ ഫീൽ ചെയ്യാൻ പറ്റിയ ഒരാൾക്ക് ചിലപ്പോൾ ഈ ഒരു പവർ കൈമാറിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും മിസ്റ്റർ ജിംഗിൾസ് ഇത്ര നാളായിട്ട് ജീവിച്ചിരിക്കുന്നത്, ഞാനും കുറെ നാളായിട്ട് ജീവിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ എന്റെ ജീവിതം ഭയങ്കര ട്രോമയാണ്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് അറിയാവുന്ന എല്ലാവരും മരിച്ചു, നാളെ എലിയും മരിച്ചു, അത് കഴിഞ്ഞിട്ട് എലി മരിച്ചു എന്ന് കാണിക്കും. അപ്പൊ അയാള് ഫുൾ ഡിസ്റ്റർബ്ഡ് ജീവിതമാണ്, മനസ്സിലായില്ലേ? അപ്പൊ ഇയാളിരുന്ന് ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ മിസ്റ്റർ ജിംഗിൾസ് ഒരു എലിയായിട്ട് ഇത്ര നാൾ ജീവിച്ചു. അപ്പൊ മനുഷ്യനായ ഇയാള് ഈ ജോൺ കോഫിയുടെ പവർ കാരണം എത്ര നാൾ ജീവിക്കും? അപ്പൊ ബേസിക്കലി അയാളുടെ ലാസ്റ്റ് മൈല് ഒരിക്കലും തീരുന്നില്ലല്ലോ എന്നൊരു ട്രാജഡിയിലാണ് ആ സിനിമ തീരുന്നത്. സിനിമയുടെ കഥ. ഞാൻ പേര് കേട്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ ഇതിന്റെ പോസ്റ്റർ പലതാണ് ഇതുപോലെ ക്ലാസിക് മൂവീസിന്റെ ലിസ്റ്റ് ഒക്കെ നോക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിൽ എനിക്ക് ക്യാരക്ടർ പറയുമ്പോൾ എനിക്ക് ആളെ പിടികിട്ടി, ആ ഫേസ് എനിക്ക് പിടികിട്ടി. ഇതൊരു ക്ലാസിക് പടമാണ്, ഭയങ്കര സൈസ് ഉള്ള ഒരു പുള്ളിയാണ്. അതെ അതെ അതെ. ഇത് കാസ്റ്റിംഗും ഭയങ്കര അടിപൊളിയാണ്. ജോൺ കോഫി നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ക്യാരക്ടറും ഡെല്ലിന്റെ ക്യാരക്ടറും ഭയങ്കര ശരിക്കും നമ്മളെ കരയിപ്പിക്കുന്ന, ചിന്തിപ്പിക്കുന്ന ഒരു സിനിമ. ഡയറക്ട് ചെയ്തേക്കുന്ന ആരാണ്? ഫ്രാങ്ക് എന്താന്ന് തോന്നുന്നു. അങ്ങനെ ക്ലാസിക് ഡയറക്ടേഴ്സ് അങ്ങനെ ആയിരിക്കുന്നില്ല, അപ്പൊ നമുക്ക് എല്ലാവരുടെയും പേരൊന്നും അറിയത്തില്ല. ടോം ഹാങ്ക്സ് ഭയങ്കര പോപ്പുലർ ആണ്. പുള്ളി ഭയങ്കര ക്ലാസിക്കുകളുടെ രാജാവാണ്. പുള്ളി ഒരുപാട് പടങ്ങൾ ക്ലാസിക് ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. ഞാൻ പുള്ളിക്കാരി എലി സംശയിച്ചപ്പോഴേ പറയാം, ഞാൻ ഇപ്പൊ കാണിച്ചു തന്നത് ഞാൻ ഈശ്വര മറ്റെടുക്കാൻ പോവാ, ഏത് കോഫി ഇന്നെന്തെങ്കിലൊക്കെ നടക്കുമോ. മിസ്റ്റർ ജിംഗിൾസിനെ കാണിക്കാൻ പോയപ്പോ മാറിയത്. ടോം ഹാങ്ക്സിന്റെ ആദ്യത്തെ ഈ സ്റ്റാർ മൂവീസിലൊക്കെ പണ്ട് നമ്മൾ കേബിളൊക്കെ കിട്ടിയ സമയത്ത് കുറെ റിപ്പീറ്റ് പടം വരുമല്ലോ, അങ്ങനെ കിടക്കുന്ന കാസ്റ്റവേ അല്ലേ, ടെർമിനല്. ടെർമിനൽ കുറച്ചുകൂടെ റീസെന്റ് ആണ് അല്ലേ? ടെർമിനൽ കുറച്ചുകൂടെ റീസെന്റ് ആണ്. അങ്ങനെ ക്ലാസിക് ക്യാച്ച് മീ ഇഫ് യു ക്യാനത്തെ അത് പക്ഷേ ഡിക്കാപ്രിയോയുടെ പടം പറയാൻ പറ്റും. ശരിക്കും പുള്ളിയാണല്ലോ ചേസ് ചെയ്യുന്ന ആള്. പുള്ളി ഒത്തിരി പോപ്പുലർ പടങ്ങളുടെ പാർട്ടായിട്ട്, പോപ്പുലർ അല്ല ഭയങ്കര. ഈ സ്റ്റീഫൻ കിങ്ങിന്റെ പല സ്റ്റീഫൻ കിങ്ങിന്റെ നമ്മൾ അഡാപ്റ്റ് ചെയ്തേക്കുന്ന സ്റ്റീഫൻ കിങ്ങിന്റെ ഒരു സ്റ്റോറിയിലാണ്. ബേസിക്കലി $1 ഡീൽ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ട്. അതായത് പുള്ളിയുടെ നോവൽ എടുത്ത് ആർക്ക് വേണമെങ്കിലും സിനിമയാക്കാം. ഒരു സാധനം പുള്ളി പറഞ്ഞിട്ടുണ്ട്, ഓപ്പൺ ആക്കിയിട്ടേക്കാണ്. ഓപ്പൺ ആയിട്ടിരിക്കുകയാണ്. ഈ ജാക്ക് നിക്കൽസും ചെയ്തിട്ടുണ്ടല്ലോ പുള്ളിയുടെ ഒരു സിനിമ, ഭയങ്കര ക്ലാസിക് ഹൊറർ. കുറെ നമ്മുടെ ഇറ്റൊക്കെ സ്റ്റീഫൻ കിങ്ങിന്റെ നോവലാണ്. കുറെ ക്ലാസിക്. ഈ സ്റ്റീഫൻ കിങ് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ പ്രോസസ്സ് തന്നെ പുള്ളി ഇരുന്ന് ഇരുതാണ്. പുള്ളി എന്നും 3 മണിക്കൂർ 4 മണിക്കൂർ ഇരുന്ന് ഇരുന്നാണ്. അപ്പൊ പുള്ളി എല്ലാ വർഷവും 3-4 നോവൽ വെച്ച് ഇറക്കുന്നുണ്ട്. അപ്പൊ പുള്ളി കുറെ നോവലും ഉണ്ട്, അതിൽ കുറെ സിനിമകളും. അതായത് ഉള്ള എല്ലാ സിനാരിയോസും പുള്ളിയുടെ ബുക്കിലാക്കിയിട്ടുണ്ട്. ആരെന്ത് ചെയ്താലും അതിന്റെ അഡാപ്റ്റേഷനോ ഇൻസ്പിറേഷനോ ആയിരിക്കും. പുള്ളിയുടെ പ്രോസസ്സ് എന്താന്ന് വെച്ചാൽ ആക്ച്വലി പുള്ളി നോവൽ എഴുതുമ്പോഴാണ് പുള്ളിയും ഡിസ്കവർ ചെയ്യുന്ന ഈ ഒരു പുള്ളി അങ്ങനത്തെ റൈറ്ററാണ്. അതായത് പുള്ളി മറ്റേ ത്രെഡ് മൊത്തം മനസ്സിൽ വെച്ച് എഴുതി തുടങ്ങുന്ന ഒരാളല്ല, ഫ്രീ ആയിട്ട് എഴുതിപ്പോയി. അങ്ങനെ മേഖലകൾ കയറി പോകുന്ന ഒരാളാണ്. ഞാൻ കനൻ ഗില്ലിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട്. ആക്ച്വലി കനൻ ഗില്ലും ബുക്ക് എഴുതിയപ്പം ആ ഒരു പ്രോസസ്സാണ് ഫോളോ ചെയ്തത്. കാരണം അയാൾ കനൻ ഗില്ല് പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ക്രിയേറ്ററിന് ഏറ്റവും കൂടുതൽ ജോയ് വരുന്ന ആ ക്രിയേഷന്റെ ടൈമിലാണ്. അപ്പൊ നമ്മള് പ്രോസസ്സ് ഏറ്റവും ജോയ്ഫുൾ ആയിരിക്കണം. അടിപൊളി. അപ്പൊ ഈ സ്റ്റീഫൻ കിങ്ങിന്റെ ഈ ഒരു പ്രോസസ്സ് കേട്ടപ്പോൾ പുള്ളിക്ക് തോന്നി ഇത് ഭയങ്കര ജോയ്ഫുൾ ആണല്ലോ. കാരണം സ്റ്റീഫൻ കിങ് പല രാത്രികളിലും എഴുതി തീരുമ്പം കഥാപാത്രം ഒരു ഫക്ഡ് അപ്പ് സിറ്റുവേഷനിലാണ്. ഇയാൾക്ക് പറഞ്ഞൂടെ ഇത് എങ്ങനെ ഇറങ്ങും. പക്ഷെ അടുത്ത ദിവസം ഇയാൾ ഈ ക്യാരക്ടറിന്റെ കൂടെ ഡിസ്കവർ ചെയ്ത് പോവുകയാണ്. ഓരോ ദിവസം പുള്ളിക്ക് എക്സ്പ്ലോറേഷൻ ആണ്. അതെ അതെ, പുള്ളി അങ്ങനെയാണ് എഴുതുന്നത്. അപ്പം ഇങ്ങനെ പുള്ളിക്ക് ഒരു ടോപ്പിക് കിട്ടും, പുള്ളിയെ ഒരു പ്രോംപ്റ്റിൽ നിന്ന് എഴുതി തുടങ്ങുന്നതാണ്. എനിക്ക് തോന്നുന്നു പുള്ളിയുടെ നോവലില് ബേസ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഇത് ഇത്രയും ഒരു സ്റ്റോറി ഭയങ്കര സ്റ്റോറിയാണ്. ഓക്കെ, അപ്പൊ ഇത് എന്തായാലും വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പൊ നിങ്ങൾ ഇത് കഥ മൊത്തം കേട്ടാലും ഇത് പോയി കാണാൻ വിഷ്വലി ഇതിന്റെ കാണാൻ ഇൻസ്പയർ ചെയ്തോ. ഓക്കെ, താങ്ക് യു ദീപക്.
ഓക്കെ താങ്ക് യു. നമ്മൾ വീണ്ടും സിനിമയുമായി അടുത്ത എപ്പിസോഡിൽ വരും. ഓക്കെ, ഇത് നിങ്ങൾക്ക് എപ്പിസോഡ് ഫുൾ കണ്ടെങ്കിൽ പടം കണ്ടോ എന്നുള്ളത് നിങ്ങൾ വീണ്ടും കമന്റ് ചെയ്യണം. നമുക്കറിയണം ഈ എപ്പിസോഡ് കണ്ടത് കൊണ്ട് നിങ്ങൾക്ക് കോഫി ഇഷ്ടപ്പെട്ട എപ്പിസോഡ് കണ്ടിട്ട് പടം കാണാൻ പോകുന്ന ആരൊക്കെയാണ്, പിന്നെ എപ്പിസോഡ് മാത്രം കണ്ടു പോയവരെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി. ഫെയർലി പോപ്പുലർ പടമാണ്. പിന്നെ ഇതുപോലെ ബ്ലോക്ക്ബസ്റ്റർ പടമാണ്. നമ്മളിനി ഏതെങ്കിലും സിനിമകൾ നിങ്ങൾക്ക് സജഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും പറയാം അല്ലെ. ഓക്കെ, ആൾക്കാർ കണ്ടു അങ്ങനെ സെർച്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ആൾക്കാർ. ഓക്കെ, താങ്ക് യു. ബൈ.